കഴിഞ്ഞ തവണ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പരാമർശിച്ചു പോയ ഒരു പ്രമേയമാണ് ദളിത് ആദിവാസി വിഭാഗങ്ങളോടുള്ള ഹിന്ദുത്വ നയം. ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ധാരാളമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ദളിത് വിഭാഗത്തിൽപ്പെട്ട നിരവധി ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് ജ്യോതിബ ഫുലെയും അതുപോലെ തന്നെ BR അംബേദ്കറിനെയും ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കീഴിൽ അയിത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിലെ ജാതി വർഗ വിഭജനത്തിൻ്റെ അടിത്തറയായി മാറിയതെന്നും അതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ നിരാസം എന്നുള്ള പറയുന്നത് ഇന്ത്യയിലുള്ള ദളിത വിഭാഗത്തിൻ്റെ മോചനത്തിൻ്റെ അടിത്തറയായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ഗുണദോഷ വിചാരത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജാതി ആണ് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ സമൂഹ ഭിന്നത. സ്വാഭാവികമായിട്ടും ജാതി സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ തകർച്ച ആണ് അയിത്ത വിഭാഗങ്ങളുടെ മോചനത്തിൻ്റെ അടിത്തറ എന്നുള്ള നിലപാട് ആണ് അവർ സ്വീകരിച്ചു പോരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുത്വത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളെയും അവർ കാണുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വസ്തുതയുണ്ട്. ഹിന്ദുത്വം ബ്രാഹ്മണാധിപത്യമാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ലെങ്കിലും അവർ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ബ്രാഹ്മണാധിപത്യം എന്ന് പറയുന്ന ആശയസംഹിത ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങളിൽ ആണ് അവർ ഊന്നുന്നത്. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു ചതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന പഴയ കാലത്തുള്ളൊരു കേവല ബ്രാഹ്മണാധിപത്യത്തിലല്ല അവർ ഊന്നുന്നത്. അതിന് പകരം ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ക്ഷേത്ര സംസ്കാരത്തിൻ്റെ, അപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ നമുക്ക് കാണാം. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ പുനരുത്ഥാനം, പുനർനിർമ്മാണം. രണ്ടാമത്തത് അതിൻ്റെത് അടിസ്ഥാനത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും സാംസ്കാരിക രൂപങ്ങളുടെയും ഒക്കെ തന്നെ പുനരുത്ഥാനം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പറയുന്ന പോലെ ഒരു സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു എന്നവർ വിളിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഏകോപനവും ഏകീഭാവവും. ഇത് മൂന്നുമാണ് ഇപ്പോൾ അവർ ഊന്നുന്നത്. അതായത് മറ്റു രീതി പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ബ്രാഹ്മണാധിപത്യത്തിനുള്ള ചാതുർവർണ്ണ്യം ജനങ്ങളെ വിഭജിക്കുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ള 4 വിഭാഗങ്ങളായും പഞ്ചമർ അല്ലെങ്കിൽ ചണ്ടാളർ എന്നൊക്കെ വിളിക്കുന്ന അയിത്ത വിഭാഗങ്ങളായും ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ജാതികളും ഉപജാതികളുമായും സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ഈ ഭിന്നിപ്പിക്കുന്ന ആ ഒരവസ്ഥയ്ക്ക് ധാർമ്മികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള
വിശദീകരണങ്ങൾ നിർണ്ണയിക്കുകയും അതിനെ ശാശ്വതവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്തു പോന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്തായി, പ്രത്യേകിച്ച് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം വളർന്നു വന്നിട്ടുള്ള റോമള താപ്പറൊക്കെ സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസം എന്നൊക്കെ വിളിക്കുന്ന പുതിയ ഹിന്ദുത്വ സംഹിതകളുടെ പശ്ചാത്തലത്തിൽ ഈ ജാതികളെയൊക്കെ തന്നെ ഒരുപക്ഷെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജാതിപരമായ വിവേചനത്തെയും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവയെല്ലാം അടങ്ങുന്ന ഒരു ഹിന്ദുത്വ സമീപനം, ഏകാത്മതാഭാവം എന്നൊക്കെ അവർ വിളിക്കുന്ന ഒരു ഹിന്ദുത്വ സമീപനം വളർത്തിക്കൊണ്ടുവരികയും ഈ ഹിന്ദുത്വ സമീപനത്തെ മറ്റു മതസ്ഥർക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിനും അതുപോലെ തന്നെ ന്യൂനപക്ഷ മതങ്ങൾക്കും ഒരുപക്ഷെ മതേതര വാദികൾക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ എതിരായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സാമൂഹ്യ രാഷ്ട്രീയ ക്രമമാണ് ഇന്നവർ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദളിതരും ആദിവാസികളും അടക്കമുള്ള പിന്നോക്ക സമുദായങ്ങളും അടക്കമുള്ള വിഭാഗങ്ങൾ അവർ ഈ പുതിയ ഹിന്ദു മത സാമൂഹ്യ രാഷ്ട്രീയത്തിനപ്പുറം കിടക്കുന്നവരല്ല, അവർ ഇതിൽ ഉൾപ്പെടുന്നവരാണ് എന്നുള്ള ഒരു സങ്കല്പം അവരുടെ ഇടയിൽ ശക്തമായി തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ടോക്കണിസം എന്നൊക്കെ വിളിക്കുന്നൊരു സംഗതിയാണ്. നമ്മൾ ഈ ടോക്കണിസം എന്ന് പറഞ്ഞ വ്യത്യസ്ത തരത്തിലുള്ള അടയാളങ്ങൾ, സിമ്പലുകൾ കാണിച്ചിട്ട് ആളുകളെ ഭ്രമിപ്പിക്കുന്ന രീതിയാണ്. പക്ഷേ ടോക്കണിസത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നൊരു ദളിതനെ പ്രസിഡൻ്റാക്കുമ്പോഴും ദ്രൗപദി മുർമു എന്ന് വിളിക്കുന്ന ദളിത് സ്ത്രീയെ, ആദിവാസി സ്ത്രീയെ പ്രസിഡൻ്റാക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില ടോക്കണിസം കൊണ്ട് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, നമ്മൾ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളൊരു പ്രതീതി ആദിവാസികൾക്കിടയിലും ദളിതർക്കിടയിലും ജനിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിന് ഒരുപക്ഷെ ചരിത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകളും അവർ ഉപയോഗിക്കുന്നുണ്ട്. ചരിത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകളിലൊന്ന്, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും പ്രത്യേകിച്ച് ദളിതർ എന്ന് വിളിക്കുന്ന ഒരു പദം മഹാരാഷ്ട്രയിൽ രൂപം കൊള്ളുമ്പോഴും അതുകൂടാതെ ജ്യോതിബ ഫുലെയെ പോലെയുള്ള ആളുകൾ സത്യശോധക് സമാജ് അതിന് രൂപം കൊടുത്തപ്പോഴും ഒക്കെ തന്നെ ചെതറിക്കിടന്നിരുന്ന നിരവധി ഉപജാതികളായി തിരിക്കപ്പെട്ടിരുന്ന, അവർ തമ്മിൽ പലപ്പോഴും സാംസ്കാരികമായിട്ട് മാത്രമല്ല ജീവിത രീതികളിലും വിവാഹക്രമങ്ങളിലും ഒക്കെ തന്നെ വേർതിരിവുകളുള്ള, മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും അനുഷ്ഠാനങ്ങളിൽ വരെ വേർതിരിവുകളുള്ള നിരവധി ഉപജാതികളെ അൺടച്ചബിലിറ്റി, അയിത്തം എന്ന് വിളിക്കുന്ന ഒരു അടിസ്ഥാന വേർതിരിവിൻ്റെ പശ്ചാത്തലത്തിൽ അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആ കാലത്ത് നടന്നിരുന്നു. ഈ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം എന്ന് പറയുന്നത് ബോധപൂർവം തന്നെ ആ കാലത്തെ ദളിത സംഘടനകൾ നടത്തിയ ഒന്നാണ്. ഇപ്പോൾ കേരളത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ഡിറ്റ് KP കറുപ്പൻ്റെയും KP വള്ളോൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനം ഇതിൻ്റെ ഇത്തരത്തിൽ വന്ന ഏകോപനത്തിൻ്റെ, കാരണം പുലയരും അതുപോലെ തന്നെ മറ്റ് അരേ വിഭാഗങ്ങളും ഒക്കെ തന്നെ കൂടിച്ചേർന്നുകൊണ്ട് അയിത്ത വിഭാഗങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ ഒരു പൊതു
പ്രദേശത്തിലേക്ക് പ്രവേശനമില്ല എന്നുള്ള വസ്തുതയെ പരിഗണിച്ചുകൊണ്ട് വള്ളങ്ങളിൽ പോയി കായലിൽ ചേർന്നൊരു സമ്മേളനം നടത്തുക എന്ന് പറയുന്ന അതൊരു വശത്ത് ഒരു പ്രതിഷേധമായിരുന്നു, അതേസമയം തന്നെ ഒരു ഏകോപനമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഏകോപന പ്രതിഷേധ രൂപങ്ങളെന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഐക്യത്തെ സ്ഥാപിക്കാനുള്ള രൂപങ്ങളായിരുന്നു. ഇതേ തരത്തിൽ തന്നെ പിൽക്കാലത്ത് വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഏകോപനം സൃഷ്ടിക്കുകയും പരസ്പരം ബന്ധപ്പെടുകയും ഈ പരസ്പരം ബന്ധപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഏകോപിത രൂപങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം പോലെയുള്ള സംഘടനകളും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏകോപന രൂപങ്ങൾ ഒരു കാലത്ത് പ്രതിഷേധ രൂപങ്ങളായിട്ടാണ്, അതായത് ജാതി നാടുവാഴിത്തത്തിനെതിരായ പ്രതിഷേധ രൂപങ്ങളായിട്ടാണ് അവ വളർന്നു വന്നിട്ടുള്ളത്. ആ പ്രതിഷേധ രൂപങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇന്ന് അതിനെ പ്രയോജനപ്പെടുത്തുന്നത്, കാരണം ഈ കായൽ സമ്മേളനം പോലെയുള്ള സംഗതികളെ വീണ്ടും പ്രയോജനപ്പെടുത്തുന്നത് അതിനെ പ്രതിഷേധ രൂപങ്ങളായിട്ടല്ല, സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അയിത്തം അല്ലെങ്കിൽ അനാചാരങ്ങൾ തുടങ്ങിയവ തുടച്ചു നിൽക്കാനുള്ള, അംബേദ്കർക്ക് സൂചിപ്പിച്ച പോലെ തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന സംഗതി നടപ്പിൽ വരുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ല, അതിനു പകരം നമുക്ക് സാംസ്കാരിക ദേശീയത എന്നുള്ള പേരിൽ ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ മുമ്പ് പറഞ്ഞ പോലെ ഏകോപിത ഹിന്ദുമതത്തിൻ്റെ, ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഏകോപനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ദളിതരടക്കമുള്ള വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങൾ അതിൻ്റെ ലക്ഷ്യവും ഒക്കെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ തവണ എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരിവർത്തനത്തിനെതിരെ ആദിവാസികൾക്കിടയിലുള്ള RSSകാർ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അടുത്ത കാലത്തായിട്ട് ബോധപൂർവം തന്നെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ദളിത കേന്ദ്രിതമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായ രീതിയിൽ ഇപ്പോൾ രാമൻ്റെ ചിഹ്നങ്ങൾ, സീതയുടെ ചിഹ്നങ്ങൾ, ഇതിഹാസ പുരാണത്തിലെ കഥകൾ തുടങ്ങിയവയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന, അവയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പുതിയൊരു സംസ്കൃതിയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മോദി സർക്കാരിൻ്റെ കാലത്ത് സ്ഥാപിച്ച ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഏകലവ്യൻ എല്ലാവർക്കും അറിയുന്ന പോലെ ദ്രോണ കയ്യിൽ നിന്ന് വെറും കണ്ടും കേട്ടും മാത്രം അസ്ത്രവിദ്യ പഠിച്ച ഒരു ഗോത്ര സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഇങ്ങനെയുള്ള ഏകലവ്യൻ്റെ പേരിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുക, വനവാസി കല്യാൺ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഏകാൽ വിദ്യാലയങ്ങൾ എന്ന് വിളിക്കുന്ന വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രദേശങ്ങളിൽ ദളിത വിഭാഗങ്ങളിൽപ്പെട്ടവരെ പഠിപ്പിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഏറ്റവും പ്രധാനമായിട്ട്, ഒരു പക്ഷേ ഏറ്റവും ഗൗരവത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് ദളിതർക്കിടയിലും ആദിവാസികൾക്കിടയിലും അതുപോലെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന ആചാര വിശ്വാസങ്ങളെ, ദേവതകളെ, ഉത്സവങ്ങളെ, ആഘോഷങ്ങളെ, ഇവയെല്ലാം തന്നെ ആത്യന്തികമായിട്ട് അവയുടെ സ്വഭാവം മാറ്റിമറിച്ച് ഹിന്ദുവൽക്കരിച്ച് അവയെ മുഴുവൻ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന് പറയുന്നൊരു ശ്രമം ഇക്കാലത്ത് വളരെ സജീവമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ തവണ മെയ്തേയ് വിഭാഗത്തിൽ സനമാഹി എന്ന് പറയുന്നവരുടെ മതം എങ്ങനെയാണ് ഹിന്ദുമതമാക്കി മാറ്റപ്പെട്ടത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം നിരവധി പ്രദേശങ്ങളിലുള്ള പ്രാദേശിക തലത്തിലുള്ള ദേവതകളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ, അവയിലൊന്നും തന്നെ പലതും തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഹിന്ദുമത മതസംഹിതകളുടെയോ ധർമ്മസംഹിതകളുടെയോ ഭാഗമല്ലാതൊന്നും. അതിൽ ചിലതൊക്കെ തന്നെ ബുദ്ധ ജൈന മതങ്ങളുടെ സ്വാധീനത്തിൽ മാറ്റിമറിക്കപ്പെട്ട നിരവധി തരത്തിലുള്ള രൂപങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇത്തരത്തിലുള്ള രൂപങ്ങൾ മുഴുവനും ഹിന്ദുവൽക്കരിച്ച് അവയൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ത്രിമൂർത്തികളുടെ, അതായത് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്ന് വിളിക്കുന്ന ത്രിമൂർത്തികളുടെ, അവരുടെ ദൈവങ്ങളുടെയൊക്കെ തന്നെ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന മേഖലയിൽപ്പെട്ട ആചാരരൂപങ്ങളും ഒക്കെ തന്നെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ മുഴുവനും ഹിന്ദുവൽക്കരിക്കുന്നൊരു പ്രവർത്തനവും ഇതിനോടൊപ്പം തന്നെ നടന്നു വരികയാണ്. കേരളത്തിൽ പോലും നമുക്കൊക്കെ അറിയുന്ന പോലെ കാവുകൾ എന്ന് വിളിക്കുന്ന ദേവതാരാധനാ രൂപങ്ങൾ അവയൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹിന്ദു ആഗമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയല്ല. ഈ പറയുന്ന ഹിന്ദു ആഗമത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ളവയല്ല. അവയുടെ നിവേദ്യങ്ങളും അവയുടെ ആചാരക്രമങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും നമ്മളൊക്കെ തന്നെ ജനകീയ മതം, പോപ്പുലർ റിലിജൻ എന്നൊക്കെ വിളിക്കുന്ന ആചാരക്രമങ്ങളുടെ ഭാഗമാണ്. പക്ഷേ അത്തരത്തിലുള്ള ദേവീ ദേവതകളെ തന്നെ അവയുടെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ട് അവ ഏതെങ്കിലും തരത്തിൽ ലക്ഷ്മിയുടെയോ പാർവതിയുടെയോ സരസ്വതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവതയുടെയോ ഒക്കെ തന്നെ രൂപങ്ങളാക്കി മാറ്റിക്കൊണ്ട്, ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയൊക്കെ രൂപങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവയുടെ ആരാധനാക്രമങ്ങളിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തി ഒക്കെ തന്നെ അവയെ ഹിന്ദുത്വവൽക്കരിക്കുന്ന രീതി അടുത്ത കാലത്ത് വളർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആഗമവിധി പ്രകാരമുള്ള വർണ്ണാശ്രമ ധർമ്മ സംഹിതകളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമല്ലാതിരുന്ന, അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന, പുറന്തള്ളപ്പെട്ടിരുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങളെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനം അതിൻ്റെ ഗൗരവം യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം പലപ്പോഴും തന്നെ ഇപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ദേവീ ദേവതകളിൽ നല്ലൊരു ശതമാനവും അവയൊന്നും തന്നെ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ത്രിമൂർത്തികളുടെയോ വൈഷ്ണവ ശൈവ ക്ഷേത്ര രൂപങ്ങളുടെയോ ഒന്നും തന്നെ ഭാഗമായിരുന്നില്ല. യഥാർത്ഥത്തിൽ പല ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ കാണുന്ന പല ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങളും അവ പ്രാചീന കാലത്ത് പല വിധത്തിലുള്ള ദേശീയമായ പ്രാദേശികമായിട്ടുള്ള സാംസ്കാരിക രൂപങ്ങളിൽ നിന്ന് വളർന്നു വന്നതാവാനാണ് സാധ്യത. എന്ന് മാത്രമല്ല അവയുടെ പൂജാരിമാർ, അവയുടെ ചടങ്ങുകൾ, ആചാരങ്ങൾ തുടങ്ങിയവയൊന്നും തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ആഗമ സംഹിതകളുടെ ഭാഗമായിട്ടുള്ളവയല്ല. ഇവ പലതിനും യഥാർത്ഥ കാവുകളിൽ, ഉദാഹരണത്തിന് മിക്കവാറും കാവുകളിലും പ്രതിഷ്ഠകളില്ലായിരുന്നു. അതുപോലെ തന്നെ നിവേദ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ, സ്ഥിരമായിട്ട് നടത്തുന്ന ചടങ്ങുകളില്ലായിരുന്നു. പൂജാവിധികൾ എന്ന് പറയുന്നത് പോലും വളരെ അപൂർവമായിരുന്നു. അങ്ങനെയുള്ള പൂജാവിധികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഈ ആസ്ട്രസമിക് എന്ന് പറയും, അതായത് ഋതുസംക്രമകാലങ്ങളിൽ ഉണ്ടായി വരുന്ന പൂജാവിധികൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. അത് കൂടുതലൊന്നും അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ മകരവിളക്ക് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ അയ്യപ്പൻ്റെ ഇതിൽ പറയുന്ന ആ ഒരു സംവിധാനം പോലെയുള്ള രീതികളാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. അതിനപ്പുറമുള്ള പൂജാവിധികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പല സ്ഥലങ്ങളിലും ഒന്നുകിൽ ഭാഗികമായിട്ട് ഹിന്ദുവൽക്കരിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു വിഗ്രഹത്തെ അവിടെ കൊണ്ടുവന്ന്
പ്രതിഷ്ഠിക്കുന്ന ഒരു രീതി എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും കാണാം. ആ വിഗ്രഹം ഉത്സവം കഴിഞ്ഞാൽ ആ വിഗ്രഹത്തെ തിരിച്ചു കൊണ്ടുപോയി വെക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവിടെ പിന്നെ വിഗ്രഹമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതികൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള പൂജാവിധികളുടെ ഘടന തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, നേർച്ചകളും ബലികളുമൊക്കെ തന്നെ വ്യാപകമായിരുന്ന സ്ഥലങ്ങളിൽ, എന്ന് മാത്രമല്ല ബ്രാഹ്മണർ യഥാർത്ഥത്തിൽ പലപ്പോഴും പൂജാരികൾ പോലും അല്ലാതിരുന്ന സ്ഥലങ്ങളിൽ, കർണാടകത്തിൽ ഉദാഹരണത്തിന് നിരവധി ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന ഭടാരന്മാരെന്ന് വിളിക്കുന്ന പൂജാരിമാർ അവർ ജൈനന്മാരുടെ പിന്തുടർച്ചക്കാരാണ്. വടക്കൻ കേരളത്തിലെ പിടാരന്മാരെന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അവർ തെയ്യം കിട്ടുന്ന പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലെയും പൂജാരിമാർ പിടാരന്മാരാണ്. ഈ പിടാരന്മാരും ഭടാരന്മാരും ചിലപ്പോൾ ഒന്നാവാം എന്ന് പറഞ്ഞാൽ അവർ ജൈനമതത്തിൻ്റെ പിന്തുടർച്ചക്കാരാവാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റു തരങ്ങളിലുള്ള നമ്പി തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവർ എന്താണ് എന്നുള്ള സംശയമുണ്ട്. അവരും ഒരു പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ബ്രാഹ്മണരല്ലാത്ത മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാകാം. അപ്പം അത്തരത്തിലുള്ള പ്രദേശങ്ങളിലുള്ള ബ്രാഹ്മണവിധി പ്രകാരമല്ലാതെ നടന്നിരുന്ന നിരവധി ക്ഷേത്രങ്ങൾ, അത്രയധികം വൈവിധ്യം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ക്ഷേത്ര വിധികളെന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വൈവിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അവയെ മുഴുവനും ഒന്നിച്ചു കൊണ്ടുവന്ന് ഇവയെല്ലാം ബ്രാഹ്മണ വിധിപ്രകാരമാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകൾ നടത്തി. ഈ പ്രതിഷ്ഠകൾ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ട് ഉത്സവങ്ങൾ നടത്തി. ഈ ഉത്സവങ്ങളൊക്കെ തന്നെ ക്രമേണ ഏതെങ്കിലും വിധത്തിലുള്ള, അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇതിഹാസ പുരാണ വിധിപ്രകാരം അവയെ മാറ്റിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അടുത്ത കാലത്ത് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊക്കെ അറിയുന്ന പോലെ തെക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ മിക്കവാറും സ്ഥലങ്ങളിലും ഉത്സവങ്ങളെന്ന് പറയുന്നവ ഉണ്ടായി വരുന്നത് മുഴുവനും അവ ആസ്ട്രിസമിക് എന്ന് വിളിക്കുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഋതുസംക്രമത്തിൻ്റെ, മകര സംക്രമം അല്ലെങ്കിൽ വിഷുവം അല്ലെങ്കിൽ അയനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഋതുസംക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മിക്കവാറും ഉത്സവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഈ ഉത്സവങ്ങൾക്ക് അതിലപ്പുറമുള്ള പ്രാധാന്യമൊന്നുമില്ല. അവയുടെ പ്രാധാന്യം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞ മറ്റൊരു ഋതുവിൻ്റെ വരവേൽപ്പാണ്. ഓണക്കാലത്ത് നടക്കുന്ന പോലെ മറ്റൊരു ഋതുവിൻ്റെ വരവേൽപ്പാണ് അവിടെ നടക്കുന്നത്. ആ മറ്റൊരു ഋതുവിൻ്റെ വരവേൽപ്പ് എന്ന് പറയുന്നതിലുള്ളൊരു പോപ്പുലർ റിലിജിൻ്റെ ഒരു അംശമുണ്ട്. മിക്കവാറും ദളിതരുടെ ഇടയിലും ആദിവാസികളുടെ ഇടയിലും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങൾ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളാണ്. അവയെ മുഴുവൻ മാറ്റിമറിച്ച് അവയുടെ ഇടയിലേക്ക് തന്നെ രാമകഥയും അതുപോലെ തന്നെ ഭാഗവത കഥകളും ഒക്കെ തന്നെ കടത്തിവിട്ട് ഈ പറയുന്ന ഒറിജിനലായിട്ട് നിലനിന്നിരുന്ന നമ്മുടെ നാട്ടിലുള്ള ആചാരവിശ്വാസങ്ങളെ മാറ്റിമറിച്ച് അവയൊക്കെ തന്നെ ഹിന്ദുത്വവൽക്കരിക്കുന്ന രീതി, അതൊരു കേവലമായിട്ടുള്ള ഒരു ആചാരവിധിക്രമത്തിൽ വരുത്തുന്ന മാറ്റമല്ല സംഭവിക്കുന്നത്. അതിനു പകരം ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനവിഭാഗങ്ങളേക്ക് ഒന്നിപ്പിക്കാനുള്ള വളരെ സൂക്ഷ്മതലത്തിലുള്ള തന്ത്രപ്രകാരമായിട്ടുള്ള ഒരു രീതിയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സങ്കല്പങ്ങളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ കാണാൻ പറ്റും. അത് അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ യഥാർത്ഥത്തിൽ അവയ്ക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ആചാരവിധികളൊന്നും പലതിനും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃത്രിമമായിട്ടുള്ള ആചാരവിധികൾ സൃഷ്ടിക്കുക, കൃത്രിമമായിട്ടുള്ള കഥകൾ സൃഷ്ടിക്കുക, കൃത്രിമമായിട്ടുള്ള അതുപോലെ തന്നെ സ്ഥലപുരാണങ്ങളും മറ്റുമൊക്കെ തന്നെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയും നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ചരിത്രത്തെ മാറ്റി എഴുതേണ്ടതായിട്ട് വരും. പല സ്ഥലങ്ങളിലും അങ്ങനെ ചരിത്രത്തെ മാറ്റി എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ആചാരവിധികളെ മാറ്റിമറിക്കുന്നതിൻ്റെ രീതിയുടെ ഭാഗവും കൂടിയാണ്. അപ്പം അത്തരത്തിൽ ആചാരവിധികളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ചരിത്രത്തെ മാറ്റി എഴുതുന്നു. ചരിത്രത്തെ മാറ്റി എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്രിമമായിട്ടുള്ള ഐതിഹ്യങ്ങൾ സൃഷ്ടിക്കുന്നു, കൃത്രിമമായിട്ടുള്ള കഥകൾ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നു. ഈ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ആധാരമായിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ അതിനെപ്പറ്റി ഉണ്ടാവുകയാണെങ്കിൽ അവരൊക്കെ തന്നെ നിരീശ്വരവാദികളാണെന്നും
അവരൊക്കെ തന്നെ ഒരുപക്ഷെ ഹിന്ദു വിരുദ്ധരാണെന്നും പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയുണ്ടായി വരുന്ന ഒരു ഏകോപനം എന്ന് പറയുന്നത് പ്രാദേശിക സംസ്കൃതികൾക്കിടയിൽ യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായിട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് ദളിതരും ആദിവാസികളും സ്ത്രീകളുമാണ്. ഈ 3 വിഭാഗങ്ങൾക്കിടയിലാണ് ഏറ്റവും ശക്തമായിട്ട് ഇതിൻ്റെ ഇര എന്ന് പറയുന്ന രൂപങ്ങളായിട്ടെന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് എന്ന് പറയുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന അടുത്ത കാലത്തെ തന്ത്രമാണ്. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് മുമ്പ് വിശദീകരിച്ചൊരു കാര്യങ്ങളൊന്നാണ്, വീണ്ടും പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് ഒരു കേവലം ഈ ജാതിബദ്ധമായിട്ടുള്ള ഒരു സമൂഹങ്ങളിൽ സംഭവിക്കുന്നത് അർത്ഥത്തിൽ ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തകൾ എന്ന് വിളിക്കുന്ന ആളുകൾ അവർ പലപ്പോഴും ഈ ജാതിബദ്ധമായിട്ടുള്ള സമൂഹങ്ങളിൽ നിന്നും ചിലരെങ്കിലും പ്രതിഷേധിച്ചവരും ചിലരൊക്കെ പുറത്തു കടക്കാൻ ശ്രമിച്ചവരും ചിലരതിൻ്റെ ഭാഗമായിട്ട് പുതിയ തരത്തിലുള്ള ചില ഭക്തസമുദായങ്ങൾ സൃഷ്ടിച്ചവരുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭക്തിയും ഭക്തരും എന്നൊക്കെ പറയുന്ന ആ ഒരാശയം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സാധാരണയായിട്ട് എല്ലാ വിഭാഗങ്ങളിലും വളർന്നു വരുന്ന വിശ്വാസവുമായിട്ട് പ്രത്യേകിച്ച് അതിന് പൊരുത്തമൊന്നുമില്ല. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ദേവതയോടുള്ള ഭക്തിയല്ല അവിടെ പ്രധാനം. പക്ഷേ ആചാരക്രമങ്ങൾ അനുവർത്തിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് മതത്തിനോടത്തിന് മുറുകെ പിടിക്കുക. ഈ മതത്തിന് മുറുകെ പിടിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്യമതസ്ഥരെ ശക്തമായിട്ട് എതിർക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു സംവിധാനം. അപ്പം അത്തരത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് മുമ്പ് പറഞ്ഞ അംബേദ്കറിൻ്റെയും മറ്റും കാലത്ത് വളർന്നു വന്ന കേരളത്തിലും ഇന്ത്യയിലും പൊതുവെയുള്ള യഥാർത്ഥത്തിൽ പ്രോഗ്രസീവ് സെക്ഷൻസ്, പുരോഗമനവാദികളെന്ന് പറയുന്നവർ പൂർണ്ണമായിട്ട് പിന്തുണച്ച ദളിതരുടെയും ആദിവാസികളുടെയും അതുപോലെ തന്നെ ബ്രാഹ്മണാധിപത്യവും ജാതി ജന്മി നാടുവാഴിത്വവും പുറന്തള്ളിയ വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും എന്ന് പറയുന്ന ആശയം അത് ക്രമേണ അതിനെ ദുർബലപ്പെടുത്തുകയും അത് ഹിന്ദുത്വമായിട്ട് സ്വാംശീകരിക്കുകയും അവരുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ഒരു ക്യാമ്പയിൻ, ഒരു പ്രചരണമാണ് എന്ന് നടന്നു വരുന്നത് എന്നുള്ളതും കൂടി നമ്മളിവിടെ കാണേണ്ടുന്ന കാര്യങ്ങളൊന്നാണ്. അപ്പോൾ അത് കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട്, കാരണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുണ്ടായി വരുന്നൊരു ജനാധിപത്യപരമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു സൂചന അവിടെയാണ് കിട്ടുന്നത്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരിവിടെ ഇത്തരത്തിൽ മേൽപ്പറഞ്ഞ രീതിയിലുള്ളൊരു ഏകോപനം എന്ന് പറയുന്നത് ദളിത ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളെ ഹിന്ദുത്വത്തിലേക്ക് സ്വാംശീകരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ അവർ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഏകപദാഭാവന എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാസിസ്റ്റ് സ്വഭാവമുള്ളൊരു ഹിന്ദുമതം എന്ന് പറയുന്ന രൂപീകരിക്കുന്നത് അവർ വിജയിക്കും എന്നുള്ളതൊന്നും കൂടി ഇവിടെ കാണേണ്ടുന്ന സംഗതികളൊന്നാണ്. അപ്പോൾ അതിന് നമ്മൾ കൊണ്ടുവരേണ്ടുന്നൊരു പ്രധാനപ്പെട്ട സംഗതി എങ്ങനെയാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എങ്ങനെ രൂപം കൊണ്ടു, എങ്ങനെയാണ് വ്യത്യസ്ത ജാതി ഉപജാതികൾ വളർന്നു വന്നത്, എങ്ങനെയാണ് ഇന്ത്യയിലുള്ള വൈവിധ്യം എന്ന് സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള വൈവിധ്യം നിലനിന്നത്, അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എങ്ങനെയാണ് ക്രമേണ വ്യത്യസ്ത പുറന്തള്ളപ്പെട്ട വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം, ഐക്യം എന്ന് പറയുന്നത്, വ്യത്യസ്ത ജാതികളായിട്ടുള്ള നിലനിൽപ്പല്ല, പക്ഷെ അവ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് എങ്ങനെ വളർന്നു വന്നു, ഈ ഐക്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ നാടുവാഴിത്തത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയായി മാറിയത് എന്നുള്ള ഒരു 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 വിശദീകരണം ഇന്ന് ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുക മേൽപ്പറഞ്ഞ രീതിയിൽ ജാതി ഉപജാതികൾ എന്നുള്ള രീതിയിലുള്ള വിഭജനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഭാഗങ്ങളെല്ലാം ഹിന്ദുവൽക്കരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടുന്ന യാഥാർത്ഥ്യം. അത് കണക്കിലെടുക്കേണ്ട ഒരാവശ്യം ഇന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന്
ഇത് വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ, ആദിവാസികളിൽ, ദളിതരിൽ, പിന്നോക്ക സമുദായങ്ങളിൽ അവർ നടത്തുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ നടത്തുന്ന ചടങ്ങുകളിൽ, ആ ചടങ്ങുകളിൽ വരുന്ന ക്രമേണ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ ഒക്കെ തന്നെ ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അതിലൂടെയൊക്കെ തന്നെ വിശദീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരാവശ്യമായ ഘടകമായി തീർന്നിരിക്കുകയാണ്. പലപ്പോഴും ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷെ പഴമയിലേക്കുള്ള തിരിച്ചുപോക്കായിക്കൊള്ളുന്നില്ല. പലരും പറയുന്നത് പഴമയിലയുടെ വേരുകൾ കണ്ടെത്തുക, ഒരു പ്രത്യേക ജാതിയുടെ പഴമയിലെ വേരുകൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ രീതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ജാതിയുടെ സ്വത്വത്തെ പുനരുദ്ധരിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നവരുണ്ട്. അത് എത്രമാത്രം അതൊരു ഫലപ്രദമായ ചെറുത്തുനിൽപ്പിൻ്റെ രൂപമാകും എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ചെറുത്തു നിൽക്കാനായിട്ട്, ഹിന്ദുത്വത്തിനെതിരെ ചെറുത്തു നിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. അതിന് പകരം ചെയ്യേണ്ടുന്നൊരു പ്രധാനപ്പെട്ട സംഗതി നവോത്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ജാതീയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള, നാടുവാഴിത്തത്തിൽ നിന്ന് മോചനം നേടാനുള്ള പോരാട്ടം എന്ന് പറയുന്നതിന് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനെ എങ്ങനെയൊരു ജനാധിപത്യപരമായിട്ടുള്ള ഇതും സമാന ശക്തികളുമായിട്ട് യോജിച്ചിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതിലാണ് നമ്മളിവിടെ ഊന്നൽ നൽകേണ്ടത്. അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം.